തറേൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്ട്രക്ചർ വർക്കാണ്. സ്ട്രക്ചർ വർക്ക് ആണ് പിന്നെ മെയിൻ വരുന്നത്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പരിപാടി തീരും. കാഴ്ചയ്ക്ക് പൈസയൊക്കെ കുറച്ച് ഇറങ്ങുള്ളൂ അല്ല നമ്മൾ വിചാരിക്കാം ഇത്രയേ ഉള്ളൂ ഒരു വീട് പണിക്ക് എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് സ്ട്രക്ചർ വർക്ക്. സ്ട്രക്ചർ വർക്ക് നമുക്ക് വെട്ടുകല്ലിൽ ചെയ്യാം, ഇൻഡസ്ട്രിയലിൽ ചെയ്യാം, അതേപോലെ സാധാ കട്ടയിൽ ചെയ്യാം, ഹോളോ ബ്രിക്സിൽ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസും വരുന്നുണ്ട്. ഇപ്പം പുതിയ എന്തോ ഒരു മണ്ണിൻ്റെ ഒരു സാധനം മണ്ണൊക്കെ ജാം ചെയ്തിട്ട് ഒരു മെഷീൻ്റെ ഉള്ളിലൊക്കെ അടിച്ച് സെറ്റപ്പാക്കി വരുന്നതൊക്കെ ഉണ്ട്. റേറ്റ് കുറവാണ്. നമ്മൾ ഉപയോഗിച്ചത് വെട്ടുകല്ലാണ്. വെട്ടുകല്ല് ഉപയോഗിക്കാൻ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വെട്ടുകല്ലാകുമ്പം വെട്ടുകല്ല് ഇവർ സൈറ്റിൽ കൊണ്ട് ഇറക്കി തരിക ചെയ്യുക. ഇത്ര ഒരു കല്ലിന് 56 രൂപ 57 രൂപ എങ്ങാണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇറക്കിയിരുന്നത്. അത് അവർ സൈറ്റിൽ കൊണ്ട് ഇറക്കി തരും. ഓക്കെ, അതിന് ക്യാഷും കൊടുക്കുക, അവർ പറഞ്ഞു വിടുക, അതോടുകൂടി പരിപാടി കഴിഞ്ഞെന്നുള്ളതാണ്. പക്ഷേ കല്ലിറക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവർ രാത്രി സമയങ്ങളിലാണ് ഈ സാധനം കൊണ്ടുവരിക. കാരണം അത്യാവശ്യം ലോഡൊക്കെ ആയിട്ട് വയനാട് ഭാഗത്താണ് ഞാൻ. അപ്പം ഈ നമുക്ക് അവിടേക്ക് പ്രൊഡക്റ്റ് വരുന്ന എവിടെ നിന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നൊക്കെയാണ്, കണ്ണൂർ കൊട്ടിയൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് കല്ല് കൊണ്ടുവരിക. അപ്പോൾ ഇവർ ഈ വൈകുന്നേരത്തിൽ അവിടെ നിന്ന് കയറ്റി രാത്രി തിരക്കൊക്കെ കഴിഞ്ഞ ആ സമയം നോക്കിയിട്ടാണ് ഇവർ വരും. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ റോഡ് ബിസി ആകുന്ന സമയമൊക്കെ കഴിഞ്ഞ് രാത്രിക്ക് സാവകാശം കൊണ്ടുവന്നാണ് ഇവർ ഇറക്കുക. പക്ഷേ ഇവർ ഇറക്കുന്ന സമയത്ത് രാത്രിയല്ല, നമുക്ക് കണ്ണൊന്നും കാണില്ല. ഇവർ കല്ല് കൊണ്ടുപോയി ഇറക്കും, പൈസയും വാങ്ങിയിട്ട് ഇവർ പോവുക ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ മാക്സിമം, എനിക്ക് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ പേഴ്സണലി ഉള്ളത് സെപ്പറേറ്റായിട്ട് ഞാൻ ചെയ്യാം. ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതാണ്. കല്ല് ഇവർ എന്ത് ചെയ്യുന്നത്, പൊട്ടിയ കല്ല് മീൻസ് മെഷീൻ കട്ടിങ് ആയിരിക്കും കല്ലൊക്കെ. അപ്പോൾ അതിൻ്റെ ബ്ലേഡ് പാളിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റിയിൽ വരുന്ന കല്ലുകളാണ്. അപ്പോൾ അങ്ങനത്തെ കല്ലൊക്കെ ചളിമണ്ണ് അവിടെ നിന്ന് കയറ്റി വിടുന്ന സമയത്ത് അതൊക്കെ മണ്ണൊക്കെ പൊത്തി അതിന് സെറ്റാക്കി കാഴ്ചയ്ക്ക് നല്ല കല്ലാക്കിയിട്ടാണ് അവന്മാർ കൊടുത്ത് വിടുക. സംഗതി നമ്മളവിടെ ഇറക്കും, ഈ പറയുന്ന ഒരു പേയ്മെൻറ്റും കൊടുക്കും, അവർ പോകും. പിന്നെ നമ്മൾ കെട്ടാൻ നേരത്താണ് ഇത് കാണുക, നല്ല പണി കിട്ടും. കാരണം മാർക്കറ്റിൽ 10-40 രൂപ വില വരുന്ന സാധനമാണ് ഇവന്മാർ 26-36 രൂപ കയറ്റി 58-60 രൂപയ്ക്കാക്കിയിട്ട് നമുക്ക് ഫ്രഷ് എന്ന് പറഞ്ഞത് തരിക. അപ്പോൾ നമ്മൾ രാത്രി നമ്മൾ ശ്രദ്ധിക്കില്ല, പകലായിരിക്കും നമ്മൾ പിന്നീട് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്ക് സംഗതി ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, വാങ്ങാനുള്ളതൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ടാവും. അത് നല്ലപോലെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി വെട്ടുകല്ലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ചെതലിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട്. എല്ലായിടത്തും പറയുന്ന പ്രശ്നങ്ങളാണ് ചെതൽ. അപ്പോൾ ചെതലിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, കല്ല് ഇറക്കിയതിന് ശേഷം നല്ലപോലെ പ്രഷർ പമ്പ് വെച്ചിട്ട് നല്ലപോലെ വെള്ളം അടിച്ച് കഴുകി കമ്പിച്ചകിരി ഇട്ടിട്ട് നമ്മളത് ഉരച്ച് കഴുകി അതിൻ്റെ ഇടയിൽ നിന്ന് മണ്ണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ലപോലെ വെള്ളം അടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, സാധനം നമ്മൾ കിട്ടിയത്. അപ്പോൾ അതിൽ ഒരു പരിധിവരെ നമ്മുടെ സമാധാനത്തിന് അതിൽ ചെതൽ വരില്ലായിരിക്കാം. മണ്ണിൻ്റെ അങ്ങനത്തെ പൊടിയും അതും അതിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന മണ്ണൊക്കെ പോകട്ടെ എന്നുള്ള തരത്തിലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം.